നിങ്ങൾ ഓഫീസിൽ പറഞ്ഞാടേ. ഓ പോട്ടെ അപ്പൊ. അല്ല അല്ല എങ്ങനെ പോകുന്നത്? എങ്ങനെ പോവാൻ? എന്റെ വണ്ടി പോണു. പലരും പല വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെന്ത് വാഗ്ദാനം? ഡേയ് നീ കാര്യങ്ങളൊക്കെ തീർത്തൊന്ന് സെറ്റിലായി വരുന്നതല്ലേ ഉള്ളൂ. സമാധാനപ്പെട്ട് ഞാൻ വാങ്ങിച്ചു തരാം. നീ ഒന്നും പഠിക്കണ്ടേ? രാഷ്ട്രീയക്കാരന്മാരെ ചില വാഗ്ദാനങ്ങളില്ലേ, അതുപോലെ ചില വാഗ്ദാനങ്ങൾ ഇങ്ങനെ ഇറക്കും ചില ആൾക്കാർ. നീയേ അങ്ങനെ എന്നെ താഴ്ത്തി കെട്ടെന്ന് വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു തരും. നീ കാര്യം ചെയ്യ്. തൽക്കാലത്തേക്ക് എന്റെ ബെൻസ് എടുത്തോണ്ട് പോയി. അയ്യോ വേണ്ടായേ, അത് ഞാൻ എന്റെ വണ്ടി പൊയ്ക്കോളാം. അയ്യോ ഇറങ്ങല്ലേ? ഇതെന്ത് രണ്ട് പൊതി? ഓഹോ, അപ്പൊ ബിരിയാണി കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് പോയത് ജെസ്സിക്ക് കൊടുക്കാനാണല്ലേ? ആ മനസ്സിലായി. അതിലും കിടന്ന് ഓടേണ്ടി വന്നത് ഞാൻ. കൊള്ളാം ഇവിടെ കൊള്ളാം. இந்த കള്ളത്തരങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം പൊളിക്കുന്നുണ്ട് കേട്ടാ. ഒരു നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ പ്രമാണം. ഇപ്പൊ കണ്ടു കള്ളനെ നേരിട്ട്. അതായത് ഒരു വലിയ കള്ളന്റെ മോനായിട്ട് ഇരിക്കുമ്പോ കുറച്ച് കള്ളത്തിലൊക്കെ വരാതിരിക്കും. ഇപ്പൊ ജെസ്സി മോളെ കാണാൻ വേണ്ടിട്ടാണ് നീ ആ ഓഫീസിൽ തന്നെ പോയി പണിയെടുത്തതല്ലേ? പിന്നല്ലാതെ. എന്തായാലും ജെസ്സി ഇപ്പം വീട്ടിലൊക്കെ എത്തിയല്ലോ. ഇനി നീ ഓഫീസിൽ പോയി പണിയെടുക്കുന്ന കാര്യം എന്താ? അതല്ലേ അല്ലേ, അത് വിട്ടിട്ട് വേറെ വല്ല കമ്പനിയിൽ നോക്ക്. വേറെ നോക്കണോ? അല്ല അതെന്തായാലും ഇപ്പൊ ഉടനെ വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടി വരും പപ്പാ. സത്യം ക്രിസ്മസിൽ ഉടനെ വരുമെന്നാണ് തോന്നണം. എടാ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ യു കെയിലെ കാര്യം ഒന്ന് ശരിയാക്കാതെ. എന്ത് പിന്നെ യു കെയിലൊന്നും ഇപ്പൊ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോഴെല്ലാം പിന്നെ എന്റെ മൂക്കിൽ പല്ല് ഒരു പേടാ പോകേണ്ടത്. നിങ്ങൾ എന്ത് പറയുന്ന മനുഷ്യ? ആ പിള്ളേർ നിങ്ങൾ വന്ന് കയറിയുള്ളൂ, അതിന് മുമ്പ് യു കെയിലോട്ട് പറഞ്ഞു വിടാഞ്ഞിട്ടാണ്. ഹലോ മാഡം, അവർക്ക് അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കണ്ടേ? ഇവിടെ കിടന്ന അപ്പൊ എനിക്ക് എന്റെ കൊച്ചുങ്ങളെ കൂടി കുറച്ച് നാൾ കഴിയണ്ടേ? പിന്നെ നീ കൂടെ കരുപ്പിക്കോ. എന്നിട്ട് വേണല്ലേ നിങ്ങൾക്ക് അപ്പൊ സൗകര്യം ആയല്ല. എനിക്കെന്ത് സൗകര്യം? അല്ല എനിക്ക് മനസ്സിലാവണൊക്കെ ഉണ്ട്. എന്ത് എല്ലാം വഴിയെ പറഞ്ഞു കേട്ടോ, കുറച്ച് കാര്യങ്ങളുണ്ട്. പപ്പാ അതെ ഇനി ഇവിടെ നിന്നാ ഇതിലും വലിയ വഴക്കുണ്ടാവും. പപ്പ ഞങ്ങൾ ഇറങ്ങാണേ. മമ്മി ബൈ. ബൈ ബൈ. ഞാൻ പോണ വഴിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തോളാം. അവനൊന്ന് സൂക്ഷിച്ചോണേ. എന്തെന്ന് പറഞ്ഞത് എന്റെ അടുത്ത്? അല്ല പിന്നെ നിങ്ങൾക്ക് പിള്ളേരെ പറഞ്ഞുവിടാനും അതിന്റെ കൂടെ എന്നെ പറഞ്ഞുവിടാനും നല്ല ആവേശമായിരുന്നല്ലോ. പിള്ളേരോട് നിക്കണോന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നീ ഇവിടെ ഉള്ളതല്ലേ സൗകര്യം. എനിക്ക് മനസ്സിലായി. നിങ്ങളെന്തോന്ന? നിങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളോട് ദേഷ്യമാണെന്ന് അറിയാം. സന്തോഷമാണ്. നിങ്ങളെ വന്ന് രണ്ട് മാപ്പ് പറയാൻ വന്നതാ. എന്തിനാ? രണ്ടാളി നേരിട്ട് വന്നുകൊണ്ട് മാപ്പ് പറയണമെന്ന് സെബാസ്റ്റ്യൻ സാറാ ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ ഒരാവശ്യമില്ല. അല്ല അതിന്റെ ആവശ്യമുണ്ട്. മക്കളെ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. സ്നേഹത്തോടെ കഴിഞ്ഞാൽ നിങ്ങളെ തമ്മിൽ പിരിച്ചത് ഇവരാണെന്ന് നിങ്ങൾക്കും അറിയാം അവർക്കും അറിയാം. അതുകൊണ്ടാണ് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി അവരോട് നേരിട്ടൊന്ന് മാപ്പ് പറയാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ മാപ്പ് പറഞ്ഞോണ്ട് നമുക്ക് നഷ്ടപ്പെട്ട എത്രയോ നല്ല ദിവസങ്ങൾ ഇനി തിരിച്ചു കിട്ടൂ? ഇവരെ കൊണ്ട് തരാൻ പറ്റൂ? ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ തരണ്ടല്ലോ ഇവർ വന്നത് അല്ലെ? ഇവരായിട്ട് എന്തെങ്കിലും എടുത്ത് ചെയ്തായിരുന്നോ? ഞങ്ങളിപ്പോ ഒന്നിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല അന്ന് ഈ പറയുമ്പോഴൊക്കെ ഇത് ഇത്രയും പ്രശ്നത്തിലൊക്കെ പോകുമെന്ന്. ഞങ്ങൾ അന്ന് വെറുതെ ജെസ്സിയോട് ഒരു നേരം പോക്കിന് പറഞ്ഞതാ. എന്തായാലും കൊള്ളാം, നല്ല നേരം പോകും. ഇനിയിപ്പം മാപ്പ് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഇനി ഇതുപോലെ ആരുടെ നേരം പോക്ക് പറയാൻ നേരത്തെ രണ്ടുപേരും ഞങ്ങളുടെ ഫേസ് ഒന്ന് ആലോചിച്ചാൽ മതി. മനസ്സിലായി? ഞങ്ങളതൊക്കെ നിർത്തി. ഇനിയിപ്പൊ അധികം ഒന്നും പറയണ്ട. മനുഷ്യന്മാരായ തെറ്റൊക്കെ പറ്റൂലേ? എന്തായാലും അത് ഏറ്റു പറയാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായില്ലേ? അത് മതി. ഇനി ആവർത്തിക്കാതിരുന്നാ മതി. അങ്ങോട്ട് മക്കളെ, നിങ്ങൾ എന്തായാലും പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവല്ലേ? അപ്പൊ അതിനെല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം. അതിനിടയിൽ ആരുടെയെങ്കിലും മനസ്സിൽ ഇതുപോലെ വെറുപ്പോ വിദ്വേഷം ഒന്നും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ കോംപ്രമൈസ് ആയി ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞ മാപ്പ്. ഞങ്ങളോട് ക്ഷമിക്കും ജെസ്സി, ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. ഞങ്ങൾക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ നമുക്ക് പോവാം.